ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ ഗ്രീൻ പീസ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒരു 1.5 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരു അരമുറി തേങ്ങ നന്നായി ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല എടുത്തിട്ടുണ്ട്. 2 പട്ട, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലയ്ക്ക, പെരിഞ്ചീരകം ഇത്രയും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 ചെറിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ അല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇട്ട് നന്നായി തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് നിറം മാറി വരുന്നിടം വരെ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയോടൊപ്പം തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് നിറം മാറുന്നിടം വരെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3 ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുപ്പ് ഓഫ് ചെയ്യുക. ഈ പാനിലെ ചൂടിൽ തന്നെ ഈ പൊടികൾ ഒന്ന് റെഡിയായി കിട്ടും. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇവിടെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില നമ്മൾ വറുത്തരച്ചതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് വിസിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ച് വിസിലിട്ടിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇച്ചിരി അല്പം ലിക്വിഡായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോഴത് ആവശ്യമില്ല. കുറച്ച് കട്ടിക്കിരിക്കണം എന്നാണെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ആ വെള്ളത്തിൻ്റെ അളവ് ഒരു 2.5 ഗ്ലാസോ 2 ഗ്ലാസോ ഒഴിച്ചാൽ കുറച്ച് കുറിയ കറി കിട്ടും. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കുറച്ച് ലിക്വിഡായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക.